2 ദിവസം മുന്നേ കോഴിക്കോടുള്ള ഞാൻ പാലക്കാടേക്ക് പോയിട്ട് അവിടുന്ന് ഒരു ബിരിയാണിയും കഴിച്ചിട്ട് പാലക്കാടുള്ള ഇന്ദ്രേട്ടനെയും കൂട്ടിയിട്ട് കോഴിക്കോടേക്ക് വന്നിട്ട് അവിടുന്ന് ഒരു ഫലൂദയും കഴിച്ചിട്ട് പൊറോട്ടയും മീൻകറിയും കഴിക്കാൻ വേണ്ടിട്ട് പിന്നെയും പാലക്കാടേക്ക് പോയിട്ട് പാലക്കാട് നിന്ന് പൊളിച്ചക്ക് ചാടിക്കാൻ വേണ്ടിട്ട് പയനിക്ക് പോയി. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. പയനിന്ന് ചായയും കുടിച്ചിട്ട് എന്റെ കൂട്ടുകാരോട് യാത്രയും പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് പോയി. എന്നിട്ട് കോഴിക്കോട് ഞാൻ തിരിച്ചെത്തിയപ്പോണ്ട് അടുത്ത ദിവസം രാവിലെ ഇന്ദ്രേട്ടൻ വിളിക്കുന്നത്, നിധി ഞാൻ കോഴിക്കോടുണ്ട്, നീ എവിടെയാണെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഫലൂദ കഴിക്കാൻ വേണ്ടി നിങ്ങൾ പിന്നെയും കോഴിക്കോടേക്ക് വന്നാണോ? അല്ല, അനന്തു സാറെ കാണാൻ വേണ്ടിട്ട് വന്നാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അനന്തു സാറെ കാണാൻ വേണ്ടിട്ട് പോയി. അനന്തു സാറിന്റെ റൂമിലുള്ള ഈ പ്ലേ ബട്ടൺ നിങ്ങൾ കണ്ടോ? ഇത്ര അധികം പ്ലേ ബട്ടണുകൾ സ്വന്തമായിട്ടുള്ള ആദ്യത്തെ ആൾ ചിലപ്പോൾ അനന്തു സാറായി കിട്ടും. അനന്തു സാറോട് കുറെ നേരം ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അനന്തു സാറിന് ഒരു മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ വെറുതെ പോസ്റ്റ് ആവേണ്ട, ആ സമയം കൊണ്ട് കോഴിക്കോടൊക്കെ കറങ്ങിയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ കോഴിക്കോട് കറങ്ങാൻ വേണ്ടി പോവാണ്. ആദ്യം പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. അവിടുന്ന് ഐസ് എടുത്ത് ഉപ്പിലിട്ടതും കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ രണ്ടാമത് പോയത് ഗോകുലം മാളിലേക്കാണ്. അവിടെ കുറച്ചേരം നിന്നപ്പോഴാണ് അനന്തു സാറ് മീറ്റിംഗ് കഴിഞ്ഞ് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോഴേക്ക് സമയം ഉച്ചയായിട്ടുണ്ട്. എന്നിട്ട് അനന്തു സാറിനെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അനന്തു സാറെ വീട്ടിലേക്ക്. അങ്ങനെ വീടെത്തി ഞങ്ങൾ ഇപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറും ഉപ്പേരിയും പപ്പടവും മീൻവറുത്തതും മീൻ ഫ്രൈയും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. ഫുഡും കഴിച്ച് കുറച്ചേരം ടിവിയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇപ്പൊ KSRTC സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇന്ദ്രേട്ടൻ തിരിച്ച് പാലക്കാടേക്ക് പോകണം. അപ്പൊ KSRTCയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു പാലക്കാടേക്ക് ഞാൻ വരണോ, എനിക്ക് ചായയും കുടിച്ചിട്ട് അവിടെ തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ വരാമല്ലോ. അപ്പൊ ആള് വേണ്ട പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ.